കോൺഗ്രസ് വിട്ട് KPCC സെക്രട്ടറി DV വിനോദ് കൃഷ്ണ പ്രാഥമിക അംഗത്വം ഉൾപ്പെടെ എല്ലാ സ്ഥാനങ്ങളും രാജിവെക്കുന്നുവെന്ന് വിനോദ് കൃഷ്ണ വ്യക്തമാക്കി. മൂന്നാം പിണറായി സർക്കാർ വരുന്നതിന് വോട്ട് ചെയ്യണമെന്നാണ് രാജിക്ക് കാരണമായി വിനോദ് പറയുന്നത്. വിവരങ്ങളുമായി ബിനിൽ ലീല സാബു ചേരുന്നുണ്ട്. ബിനിൽ, എന്താണ് ഇദ്ദേഹം പാർട്ടി വിടാനുണ്ടായ സാഹചര്യം? മൂന്നാം പിണറായി സർക്കാരിന് വോട്ട് ചെയ്യണമെന്നൊക്കെ പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തലസ്ഥാനത്തെ പ്രധാനപ്പെട്ട ഒരു നേതാവ് കൂടിയാണ് ഇപ്പോൾ കോൺഗ്രസ് വിട്ട വിനോദ് കൃഷ്ണ അല്പസമയം മുമ്പാണ് ഫേസ്ബുക്കിലൂടെ ഇക്കാര്യം കോൺഗ്രസ് വിടുകയാണ് എന്ന കാര്യം അറിയിച്ചത്. രാഹുൽ ഗാന്ധിക്ക് അദ്ദേഹം കത്തയച്ചിട്ടുണ്ട്. ഈ കത്തിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ വയനാടുമായി ബന്ധപ്പെട്ടതാണ്. വയനാട് അവിടെ ദുരന്തമുണ്ടായപ്പോൾ കോൺഗ്രസ് വീടുകൾ പ്രഖ്യാപിച്ചതാണ്. അവിടെ ഇടത് സർക്കാർ, പിണറായി സർക്കാർ വീട് നിർമ്മിച്ച് നൽകി. മുസ്ലിം ലീഗിന് വീട് നൽകാൻ കഴിഞ്ഞു. പക്ഷേ അപ്പോൾ പോലും അവിടെ കോൺഗ്രസിന് സ്ഥലം വാങ്ങുകയല്ലാതെ ഒരു കല്ലിടാൻ പോലും കഴിഞ്ഞില്ല എന്നാണ് ആരോപണം. അതോടൊപ്പം തന്നെ അവിടുത്തെ ഫണ്ട് അതിൽ ചില സുതാര്യതയില്ല, അതിൽ കൃത്യമായ കണക്കുകൾ ചില പൊരുത്തുകളുണ്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. മറ്റൊരു KPCC സെക്രട്ടറി ആയിരുന്ന RV രാജേഷ്, അദ്ദേഹത്തിന് ബൈപ്പാസ് സർജറി വേണ്ടി വന്നപ്പോൾ ഒരു മുതിർന്ന നേതാക്കൾ പോലും അതിന് സഹായിച്ചില്ല, ഒരു ഫോൺ കോൾ പോലും ചെയ്തില്ല എന്ന ആരോപണം ഉന്നയിക്കുന്നുണ്ട്. പ്രധാനമായും ഉന്നയിക്കുന്ന ആരോപണം വയനാട് തന്നെയാണ്. അവിടെ ശ്രുതി എന്ന പെൺകുട്ടിക്ക് വീട് നൽകാമെന്ന് നേരത്തെ T സിദ്ദിഖ് MLA പറഞ്ഞതാണ്. അതിന്റെ വീഡിയോ ഉൾപ്പെടെ ഉണ്ട്. പക്ഷേ അവിടെ ആ കുട്ടിക്ക് വീട് നൽകാൻ കഴിഞ്ഞില്ല. മാത്രമല്ല, കോൺഗ്രസിനെ എക്കാലവും സപ്പോർട്ട് ചെയ്യുന്ന, വോട്ട് ചെയ്യുന്ന ജനങ്ങളാണ് വയനാട്ടിലുള്ളത്. അവരുടെ ഉത്തരവാദിത്തം കാണിച്ചില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം പാർട്ടി വിട്ടിരിക്കുന്നത്. എന്തായാലും അദ്ദേഹം പാർട്ടി വിട്ട് ഇടത് സർക്കാർ, മൂന്നാം പിണറായി സർക്കാർ വരണം, അതിന് വോട്ട് ചെയ്യാൻ വേണ്ടി താൻ പാർട്ടി വിടുകയാണ് എന്നാണ് ഒടുവിലത്തെ വരിയിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്.